നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും സർക്കാരിന് ഒളിച്ചോടാനാകില്ല. ആരോഗ്യ കേരളത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ബിന്ദുവിന്റെ മരണം. തിരച്ചിൽ ഗൗരവമായി തുടർന്നിരുന്നെങ്കിൽ, മന്ത്രിമാർ തെറ്റിദ്ധരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. എന്താണ് കോട്ടയത്ത് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. പിന്നെ മന്ത്രി VN വാസവൻ ആരെയാണ് പരിഹസിക്കുന്നത്? ഉരുട്ടിയിട്ടതാണോ എന്ന് മന്ത്രി ചോദിക്കുന്നത് ആരോടാണ്? ചികിത്സ വേണ്ടത് സിസ്റ്റത്തിന് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥയ്ക്കും ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനയ്ക്കും കൂടിയാണ്. സമഗ്രമായി നോക്കാൻ ടോപ് 10 ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും സംസ്ഥാനത്തുടനീളം പ്രതിഷേധം. ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ എന്ന് മന്ത്രി VN വാസവൻ. പല സർക്കാർ ആശുപത്രികളുടെയും മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളുടെയും കെട്ടിടങ്ങളുടെ അവസ്ഥ പരിതാപകരം. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം പതിവ്. രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ. നിപ സമ്പർക്ക പട്ടികയിൽ 425 പേർ. മലപ്പുറത്ത് 12 പേർ ചികിത്സയിൽ, 5 പേർ ICUവിൽ. നാട്ടുകൾ മങ്കട പ്രദേശങ്ങളിൽ പനി പരിശോധന നടത്തും. നിപ സ്ഥിരീകരിച്ച വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു. ക്ഷേത്രോപദേശക സമിതികൾക്ക് കൂച്ചുവിലങ്ങ്. അനുമതിയില്ലാതെ വാർത്താ സമ്മേളനവും വാർത്താക്കുറിപ്പുകളും പാടില്ല. വിലക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര നടത്തിപ്പും ചടങ്ങുകളും മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന നിർദ്ദേശം. മഹാരാഷ്ട്രയിൽ 20 വർഷത്തിന് ശേഷം വേദി പങ്കിട്ട് ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും. സഹോദരങ്ങൾ ഒരുമിച്ചത് പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെടുത്തിയതിന്റെ ആഘോഷ ചടങ്ങിൽ. നിർണായക നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഫാമിലി റീയൂണിയൻ എന്ന് BJP. തിരുവനന്തപുരത്തെ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി ഭൂമി നൽകിയവർക്ക് ഇതുവരെ നഷ്ടപരിഹാര തുക ലഭിച്ചില്ല. ഭൂമി വിൽക്കാനോ പണയം വെക്കാനോ കഴിയാതെ നട്ടം തിരിഞ്ഞു ജനങ്ങൾ. നഷ്ടപരിഹാര തുക ഉടൻ നൽകുകയോ പട്ടയം തിരികെ ലഭിക്കുകയോ വേണമെന്ന ആവശ്യം. ടോപ് 10 സ്പെഷ്യൽ. കേരള സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം നാളെ. തീരുമാനം ഇടതംഗങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ. രജിസ്ട്രാറുടെ സസ്പെൻഷൻ പുനഃപരിശോധിച്ചേക്കും. കണ്ണൂരിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി. കേരള കലാമണ്ഡലവും സ്വാശ്രയ വഴിയിലേക്ക്. MPA ഭരതനാട്യം, വയലിൻ എന്നീ സ്വാശ്രയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കലാമണ്ഡലം സ്വകാര്യവൽക്കരണത്തിലേക്ക് ചുവടുവെക്കുന്നുവെന്ന് ആക്ഷേപം. അണ്ടർ-19 ഏകദിന ചരിത്രത്തിലെ വേഗമേറിയ സെഞ്ചുറിയുമായി വൈഭവ് സൂര്യവംശി. ഇംഗ്ലണ്ടിനെതിരെ സൂര്യവംശി സെഞ്ചുറി നേടിയത് 52 പന്തിൽ. എഡ്ജ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 608 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 427 റൺസിന് ഡിക്ലെയർ ചെയ്തു. രണ്ടാം ഇന്നിംഗ്സിലും ശുഭ്മാൻ ഗില്ലിന് സെഞ്ചുറി. KCL താരലേലത്തിൽ സഞ്ജു സാംസൺ വിലയേറിയ താരം. ഗാസയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച 60 ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല പ്രതികരണവുമായി ഹമാസ്. അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രസ്താവന. പ്രതികരിക്കാതെ ഇസ്രയേൽ. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചു. ഒട്ടേറെ പേരെ കാണാതായി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് യുവജന സംഘടനകൾ. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തം. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷം.
ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി വിവിധ രാഷ്ട്രീയ സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ച സംഭവത്തിലാണ് യുവജന സംഘടനകൾ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നത്. മന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ മാർച്ച് സംഘർഷഭരിതമായി. 15-ലധികം തവണ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. എറണാകുളം DMO ഓഫീസിലേക്ക് നടത്തിയ ജില്ലാ യൂത്ത് കോൺഗ്രസ് മാർച്ചിലും പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് കണ്ണൂരിലും കാസർഗോഡും ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിലാണ് കലാശിച്ചത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ഓഫീസ് ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ആരോഗ്യ മേഖല താറുമാറാക്കിയ മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോഴിക്കോട് BJPയുടെ പ്രതിഷേധ മാർച്ച്. ആരോഗ്യവകുപ്പ് സർക്കാരിന്റെ അന്ത്യകൂദാശയ്ക്ക് കാരണമാകുമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴാണ് നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. മന്ത്രി VN വാസവന്റെ വാഹനത്തിനു നേരെ അങ്കമാലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. പ്രവർത്തകരെ പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു നീക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. വീട്ടിലേക്കുള്ള റോഡിൽ സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. BJPയുടെ പ്രതിഷേധം. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട അങ്ങാടിക്കലുള്ള മന്ത്രിയുടെ വീട്ടിലേക്കായിരുന്നു BJPയുടെ പ്രതിഷേധ മാർച്ച്. പ്രകടനമായെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. തുടർന്ന് മാർച്ച് ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മന്ത്രി വീട്ടിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വൻ പോലീസാണ് പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നഗരപ്രദക്ഷിണം. ഈ കപ്പൽ മുങ്ങുകയാണെന്ന പ്രതീകവുമായി കപ്പലിന്റെ മാതൃകയുമായാണ് പ്രവർത്തകർ നഗരപ്രദക്ഷിണം നടത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നവരെ പരിഹസിച്ച് മന്ത്രി VN വാസവൻ. ഒരപകടമുണ്ടായാൽ ആ വകുപ്പിലെ മന്ത്രി രാജിവെക്കണോ എന്നും ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതാണോ കെട്ടിടമെന്നും മന്ത്രി പരിഹസിച്ചു. റോഡ് അപകടമുണ്ടായാൽ ഗതാഗത വകുപ്പ് മന്ത്രി രാജിവെക്കണോ, വിമാനാപകടമുണ്ടായാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണോ എന്നും മന്ത്രി ചോദിച്ചു. ആരോഗ്യരംഗത്ത് നടക്കുന്നത് PR ഏജൻസിയെ വെച്ചുള്ള നടപടികൾ മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്തെ മരുന്ന് വിതരണം പ്രതിസന്ധിയിലെന്നും ആരോഗ്യമേഖല സ്തംഭിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദി സർക്കാർ മാത്രമാണ്. പകർച്ചവ്യാധികളിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ്. മരുന്നുകൾ ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ ഒന്നും കേരളത്തിലെ ആശുപത്രികളിൽ ഇല്ലെന്നും VD സതീശൻ വിമർശിച്ചു.
ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ ഒരുപാട് അഴിമതിയുണ്ട്. ഞങ്ങളതെല്ലാം പുറത്തു കൊണ്ടുവരും. സ്വകാര്യസ്ഥതയുണ്ട്. വെറും PR മാനേജ്മെന്റ് മാത്രമാണ്, PR ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി ആരോഗ്യ രംഗത്ത് നടക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സംഭവത്തിന് പിന്നാലെ കോളേജിലെ മെൻസ് ഹോസ്റ്റലിന്റെ ദുരവസ്ഥയും വീണ്ടും ചർച്ചാ വിഷയമാകുന്നു. 60 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിൽ 300ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് ചാണ്ടി ഉമ്മൻ MLA സ്ഥലം സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിനൊപ്പം തന്നെ പഴക്കമുള്ളതാണ് 300ഓളം വിദ്യാർത്ഥികൾ താമസിക്കുന്ന മെൻസ് ഹോസ്റ്റലും. MBBS വിദ്യാർത്ഥികളും B.Pharm വിദ്യാർത്ഥികളും ഇവിടെയാണ് താമസിക്കുന്നത്. കാലപ്പഴക്കം മൂലം കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് പാളികൾ അടർന്നു തുടങ്ങി. ശുചിമുറികളും ജനാലകളും അടക്കം ജീർണാവസ്ഥയിലാണ്. മുകൾ നിലയിലെ ടെറസിൽ നിന്നും വെള്ളം ചോർന്നിറങ്ങി റൂമിനുള്ളിലെ ഭിത്തിയിൽ ചെടികൾ വളർന്നു നിൽക്കുകയാണ്. പരാതികൾ ശക്തമാകുമ്പോൾ പേരിന് അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മഴ പെയ്യുന്ന സമയത്ത് ചോർച്ചയും ഭിത്തികളിൽ വിള്ളലും അതുപോലെ തന്നെ കോൺക്രീറ്റ് പാളി മുകളിൽ നിന്ന് വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു റൂമിൽ 2-3 കുട്ടികൾ വെച്ച് നിൽക്കേണ്ട സ്ഥലത്ത് 4, 5, 6 കുട്ടികൾ വെച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഫൈനൽ ഇയർ ആകുമ്പോൾ 2 പേര്, B.Pharm അങ്ങനെ ഒരു കണക്കുമില്ല. അവർ 7, 8, 9 പേര് റൂമിൽ കിടക്കും. ഹോസ്റ്റലിന്റെ ദുരവസ്ഥയെക്കുറിച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞതറിഞ്ഞ് ചാണ്ടി ഉമ്മൻ MLA ഹോസ്റ്റൽ സന്ദർശിച്ചു. ഹോസ്റ്റലിലെ മുഴുവൻ കെട്ടിടങ്ങളിലും കയറിയിറങ്ങി സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ MLA വിദ്യാർത്ഥികളുടെ പരാതികൾ കേട്ടു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും പരിശോധന നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം സർക്കാർ ഉറപ്പാക്കണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഇതിൻ്റെ ഫിറ്റ്നസ് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സർക്കാർ സ്വന്തം ചെലവിൽ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കും. ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ഇവിടെ ഉത്തരവാദിത്വം നിന്ന് ഒളിച്ചോടുകയാണ്. മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതുപോലെ ഹോസ്റ്റലിലും സംഭവിക്കാൻ സർക്കാർ കാത്തു നിൽക്കരുത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും MLA ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. നിർമ്മാണത്തിലെ അപാകതകൾ മൂലം 17 വർഷം മാത്രം പഴക്കമുള്ള ആശുപത്രി കെട്ടിടം അപകടാവസ്ഥയിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ സർക്കാർ ജനറൽ ആശുപത്രി കെട്ടിടമാണ് അപകടാവസ്ഥയിൽ നിലകൊള്ളുന്നത്. 4 വർഷം മുമ്പ് ബലക്ഷയം കണ്ടെത്തിയെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഇപ്പോഴാണ്. പൊളിക്കാനിട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ പ്രധാന ബ്ലോക്കായ BNC കെട്ടിടമാണ് അപകടഭീതി സൃഷ്ടിക്കുന്നത്. 4 നിലകളായുള്ള ഈ കെട്ടിടത്തിൽ ഗൈനക്കോളജി, കുട്ടികളുടെ വാർഡ്, ICU എന്നിവ പ്രവർത്തിക്കുന്നു. കെട്ടിടത്തിന്റെ തൂണുകളിൽ കോൺക്രീറ്റ് പൊട്ടിമാറി ദ്രവിച്ച കമ്പികൾ കാണാം. ഏറ്റവും മുകളിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ ശുചിമുറിയുടെ ഭാഗത്ത് ചോർച്ചയുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ BNC ബ്ലോക്കിൽ മേൽക്കൂര അടർന്നു വീണ് ഗർഭിണിയും ഭർത്താവും തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. BNC കെട്ടിടത്തിന്റെ ബലക്ഷയം ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തിയേക്കുമെന്ന് ആശുപത്രി വികസന സമിതി അംഗം മുഹമ്മദ് അൻസർ പറയുന്നു. ഞങ്ങളെല്ലാം കാലാകാലമായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് രോഗികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഇവിടെ തകർച്ചയിലായിരിക്കുന്ന BNC ബ്ലോക്ക് ഉടൻ തന്നെ നിർമ്മിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഗികളുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്ന ഒരു നടപടി ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ ആരോഗ്യ മേഖല കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് പത്തനംതിട്ട ജനറൽ സാക്ഷ്യമായി. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് പൊളിക്കാനിട്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നത് അപകടഭീതി സൃഷ്ടിക്കുകയാണ്. ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് സംവിധാനവും പ്രവർത്തനരഹിതം. ആശുപത്രിയുടെ അറ്റകുറ്റപ്പണികൾക്കായി നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ മാറ്റിയിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന്റെ പണി എന്ന് തീരുമെന്ന് വ്യക്തമില്ലാത്തതിനാൽ പുതിയ കെട്ടിടം സാധ്യമാക്കും വരെ ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഭയാശങ്കയോടെ തന്നെ തുടരേണ്ടി വരും. അമൃത ന്യൂസ്, പത്തനംതിട്ട.
പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ബോധപൂർവം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നതെന്ന് ആശുപത്രി HMC വൈസ് ചെയർമാൻ ആർ അജയ്കുമാർ. HMC കൂടാൻ സമ്മതിക്കുന്നില്ല എന്നും ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ സമരം ചെയ്ത് തടയുന്ന നടപടിയാണ് കോൺഗ്രസ് ഉൾപ്പെടെ ചെയ്യുന്നതെന്നും അജയ്കുമാർ ആരോപിച്ചു. ആശുപത്രിയുടെ BNC കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഉപകരണങ്ങൾ ഉൾപ്പെടെ സംവിധാനങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനുള്ള ഉത്തരവ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറങ്ങുമെന്നും HMC വൈസ് ചെയർമാൻ പറഞ്ഞു. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടതോടെ ഡോക്ടർ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ. ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതകൾ കൂടുതൽ ചർച്ചയാകുമ്പോഴാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ OPയിലായിരുന്നു സംഭവം. 100ഓളം രോഗികൾ ചികിത്സയ്ക്കായി നിൽക്കുമ്പോഴാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടത്. ഏറെ നേരം വൈദ്യുതി തടസ്സം നേരിട്ടതോടെ രാവിലെ 10:30 മുതൽ 11:40 വരെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്ന് കുറിച്ചത്. OP ടിക്കറ്റ് വിതരണം പോലും ഇതുമൂലം തടസ്സപ്പെട്ടു. സാധാരണക്കാരായ നിരവധി രോഗികളെത്തുന്ന കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം നേരിടുന്നത് പതിവ് സംഭവമാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം രോഗികളെ പരിശോധിക്കുന്നതിന് ടോർച്ചുകളോ മൊബൈൽ വെളിച്ചമോ ആണ് ഏക ആശ്രയം. മുൻപ് KSEB 30 ലക്ഷം രൂപയോളം മുടക്കി ഇവിടെ ജനറേറ്റർ സ്ഥാപിച്ചിരുന്നു. ഇത് ആദ്യം പ്രവർത്തിച്ചിരുന്നുവെങ്കിലും നിസ്സാര തകരാറുകൾ സംഭവിച്ചതിനാൽ പിന്നീട് പ്രവർത്തിക്കാതെയാവുകയായിരുന്നു. ഇതിന് ബദൽ സംവിധാനം ഒരുക്കാൻ ആശുപത്രി അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ വൈദ്യുതി തടസ്സം നേരിട്ടാൽ രോഗികളുടെ മൊബൈൽ ഫോൺ തന്നെയാണ് ഏക ആശ്രയം. അമൃത ന്യൂസ്, ആലപ്പുഴ. നിപ ബാധിത ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. 3 ജില്ലകളിലായി സമ്പർക്ക പട്ടികയിൽ 425 പേരുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം തുടരുന്നു. പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിലാണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 5 പേർ ICUവിലാണ്. സമ്പർക്ക പട്ടികയിലുള്ള ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. പാലക്കാട് ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. പാലക്കാട് സമ്പർക്ക പട്ടികയിലുള്ള 61 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കോഴിക്കോട് ജില്ലയിലെ സമ്പർക്ക പട്ടികയിലുള്ളവരും ആരോഗ്യ പ്രവർത്തകരാണ്. നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ പ്രദേശത്തും മലപ്പുറം ജില്ലയിലെ മങ്കടയിലും പനിയുള്ളവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കും. ഇതിനായി സർവേ ഉടൻ തുടങ്ങും. പരിശോധന നടത്തും. ഇതിനിടെ നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികൾ സഞ്ചരിച്ച റൂട്ട് മാപ്പ് തയ്യാറാക്കി. ഇതിനോടൊപ്പം നിപ്പ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവും ആരോഗ്യവകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശന നിയന്ത്രണം തുടരുകയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാവൂ. പ്രദേശത്ത് മാസ്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രോപദേശക സമിതികൾക്ക് കൂച്ചുവിലങ്ങ്. ദേവസ്വം ബോർഡിന്റെ അനുമതി കൂടാതെ വാർത്താ സമ്മേളനമോ വാർത്താക്കുറിപ്പോ പാടില്ലെന്നാണ് പുതിയ ഉത്തരവ്. ക്ഷേത്രങ്ങൾക്ക് മേൽ സർക്കാർ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ആക്ഷേപം. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ബോർഡ് സെക്രട്ടറിയുടെ ഉത്തരവ്. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനും ചടങ്ങുകൾ വീഴ്ചയില്ലാതെ നടത്തുന്നതിനും ആവശ്യമായ സഹായം ബോർഡിന്റെ അനുമതിയോടെ ചെയ്യുകയാണ് ഉപദേശക സമിതികളുടെ ചുമതലയെന്നാണ് ജൂലൈ 3 ബോർഡ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിലുള്ളത്. ഭക്തരിൽ നിന്ന് സംഭാവന സ്വീകരിച്ചാണ് ക്ഷേത്ര നവീകരണം ഉൾപ്പെടെ ഉപദേശക സമിതികൾ നിർവഹിക്കുന്നത്. തുച്ഛമായ വിഹിതമാണ് ഇതിനായി ദേവസ്വം ബോർഡ് നൽകുന്നത്. അതിസങ്കീർണമാണ് ഇതിനായുള്ള നടപടിക്രമവും. ബോർഡിന്റെ പുതിയ നിർദ്ദേശത്തിൽ ഭക്തർക്കും സംഘടനകൾക്കും എതിർപ്പുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രാഷ്ട്രീയ കക്ഷി നോമിനികൾക്ക് സമിതികളിൽ കയറാനാകില്ല. നറുക്കെടുപ്പിലൂടെയാണ് സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ സമിതി അംഗങ്ങൾ വിമർശനമുയർത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നാണ് വിവരം. പുതിയ ഉത്തരവ് പ്രകാരം ദേവസ്വം ഓഫീസർമാരാണ് സമിതി ട്രഷറർ. ഇക്കാര്യം അംഗീകരിക്കാൻ പല സമിതികളും എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ബോർഡ് സെക്രട്ടറിയുടെ പുതിയ ഉത്തരവ്. സാധനങ്ങൾക്ക് അടിക്കടിയുണ്ടാകുന്ന വിലക്കയറ്റം മൂലം ക്ഷേത്രങ്ങളുടെ ദൈനംദിന ചടങ്ങുകൾ പോലും പ്രതിസന്ധിയിലാണിപ്പോൾ. വഴിപാടിനങ്ങൾക്ക് ദേവസ്വം ബോർഡ് നൽകുന്ന വിഹിതം വർദ്ധിപ്പിച്ചിട്ട് 4 വർഷമായെന്നും ഉപദേശക സമിതികൾ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തൃശൂർ.
ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയും നവനിർമ്മാൺ സേനാ നേതാവ് രാജ് താക്കറെയും 2 പതിറ്റാണ്ടിന് ശേഷം വേദി പങ്കിട്ടു. പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെടുത്തിയതിന്റെ ആഘോഷ ചടങ്ങിലാണ് പിണക്കം മറന്ന് താക്കറെ സഹോദരങ്ങൾ ഒന്നിച്ചത്. മറാഠി ഭാഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇരുവരും പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയത്തിലെ പുതിയൊരു കൂട്ടുകെട്ടിന്റെ തുടക്കമാകുമോ എന്നാണ് ഈ ഒത്തുചേരലിനെ രാജ്യം ഉറ്റുനോക്കുന്നത്. ശിവസേന സ്ഥാപകനായ ബാൽ താക്കറെയുടെ സഹോദരന്റെ പുത്രനാണ് രാജ്. രാഷ്ട്രീയത്തിലെ തന്റെ പ്രസക്തി നിലനിർത്തുകയാണ് രാജിന്റെ ലക്ഷ്യം. അതേസമയം സംസ്ഥാനത്ത് BJP പിടിമുറുക്കുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകാതെ കാക്കാനാണ് ഉദ്ധവിന്റെ ശ്രമം. 2022 ശിവസേന പിളർത്തിയ ഏക്നാഥ് ഷിൻഡെ പ്രമുഖ നേതാക്കളെല്ലാം അടർത്തിമാറ്റി BJPയുമായി കൈകോർത്തതോടെ ഉദ്ധവിന്റെ ശക്തി കുറഞ്ഞിരുന്നു. തുടർന്നു നടന്ന തെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടിയാണ് ഇതുവരെ ശത്രുവായി കരുതിയിരുന്ന രാജുമായി കൈകോർക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കുന്നത്. ഇതിനിടയിലാണ് പ്രൈമറി ക്ലാസുകളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം പരാജയപ്പെടുത്തിയതിന്റെ ആഘോഷ ചടങ്ങിൽ പിണക്കം മറന്ന് താക്കറെ സഹോദരങ്ങൾ ഒന്നിച്ചത്. മറാഠി ഭാഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇരുവരും പറഞ്ഞു. ഉദ്ധവും താനും ഒന്നിച്ചെത്തുന്നത് 20 വർഷങ്ങൾക്ക് ശേഷമാണെന്നും അമ്മാവനും ശിവസേന സ്ഥാപകനുമായ ബാൽ താക്കറേക്ക് പോലും ചെയ്യാൻ കഴിയാത്തത് ഫഡ്നവിസിന് കഴിഞ്ഞുവെന്നും രാജ് താക്കറെ പരിഹസിച്ചു. हिंदी भाषा 200 वर्षापूर्वीची भाषा आहे. महाराजांच्या काळात पण नव्हती. कशासाठी आणि कोणासाठी आणि काय करायचे नेमकं? देवेंद्र फडणवीस इंग्रजी मीडियम मध्ये शिकून मुख्यमंत्री झाले. कुठे काय शिकले याचा काय संबंध? कोणाकोणाची मुलं इथे परदेशामध्ये शिकतायत, याद्या आहेत आमच्याकडे. ഇംഗ്ലീഷ് മറാഠി മീഡിയം സ്കൂളുകളിലെ 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി നിർബന്ധിത ഭാഷയാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഏപ്രിൽ 16-നാണ് ഫഡ്നവിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പുറപ്പെടുവിച്ചത്. എന്നാൽ ഇത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. മുംബൈയെ മഹാരാഷ്ട്രയിൽ നിന്ന് വേർതിരിക്കാനുള്ള പദ്ധതിയുടെ മുന്നോടിയായാണ് ത്രിഭാഷാ നയമെന്നായിരുന്നു രാജ് താക്കറെയുടെ പ്രതികരണം. 2005-ലാണ് അവസാനമായി രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും വേദി പങ്കിടുന്നത്. പിന്നീട് രാജ് താക്കറെ ശിവസേന നിന്ന് തെറ്റിപ്പിരിഞ്ഞ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയ്ക്ക് രൂപം കൊടുക്കുകയായിരുന്നു. എന്നാൽ തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയത്തിലെ പുതിയൊരു കൂട്ടുകെട്ടിന് തുടക്കമാകുമോ എന്നാണ് ഉദ്ധവിന്റെയും രാജിന്റെയും ഈ ഒത്തുചേരലിനെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി സ്വന്തം ഭൂമി വിട്ടുകൊടുത്തവർ നഷ്ടപരിഹാരത്തിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ചികിത്സയ്ക്കോ മക്കളുടെ പഠനത്തിനോ വിവാഹ ആവശ്യങ്ങൾക്കോ സ്വന്തം ഭൂമി വിൽക്കാനോ പണയം വെച്ച് വായ്പയെടുക്കാനോ പോലും കഴിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാര തുക കിട്ടുകയോ അല്ലെങ്കിൽ പട്ടയം തിരികെ നൽകുകയോ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. സംസാരിക്കാൻ വയ്യെങ്കിലും സംസാരിക്കണം. ഭരണാധികാരികൾ അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങൂല. ഇപ്പൊ ചെയ്യും നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട. നിങ്ങൾ ഒന്ന് സത്യാഗ്രഹം കിടക്കും. വില്ലേജുകളിൽ കൂടിയാണ് ഔട്ടർ റിംഗ് റോഡ് കടന്നു പോകുന്നത്. 62.70 കിലോമീറ്റർ ദൂരം വരുന്ന റിംഗ് റോഡിനായി 291.8 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. പള്ളിച്ചൽ പഞ്ചായത്തിൽ മാത്രം 100-ൽ കൂടുതൽ വീടുകളാണ് റിംഗ് റോഡിനായി സർക്കാർ ഏറ്റെടുത്തത്. എന്നാൽ 2023-ൽ രേഖകൾ കൈമാറിയവർക്ക് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഭൂമിയുടെ രേഖകൾ സർക്കാർ വാങ്ങിയതോടെ 2 വർഷത്തിലധികമായി സ്വന്തം മണ്ണിൽ ഉടമസ്ഥാവകാശമില്ലാതെ ജീവിക്കുകയാണിവർ. മക്കളുടെ പഠനത്തിനോ വിവാഹ ആവശ്യങ്ങൾക്കോ ചികിത്സയ്ക്കോ ഈ ഭൂമി പണയപ്പെടുത്തി വായ്പയെടുക്കാൻ പോലും കഴിയാതെ ദുരിതത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. വായ്പയെടുത്തവരാകട്ടെ കടം കയറിയ അവസ്ഥയിലും. 2023 ജൂലൈ 15-ാം തീയതിയാണ് ഞങ്ങളുടെ പ്രമാണമല്ല അവർ കൈപ്പറ്റിയ രസീതും തന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി 30-നകം ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തരുമെന്ന് പറഞ്ഞ് വീടിൻ്റെ വസ്തുവിൻ്റെയും പൈസ എല്ലാവർക്കും തീർത്ത് തരുമെന്ന് കളക്ടറാനും മാഡം നമുക്ക് പറഞ്ഞതായിരുന്നു. അതും പ്രകാരം നമ്മൾ 2-3 പ്രാവശ്യം കളക്ടറേറ്റിൽ പോയി മാഡത്തെ കണ്ട് സംസാരിച്ചു. ഇപ്പം ചെയ്യും നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട, ഉടനെ കിട്ടുമെന്നല്ല മാഡം ഞങ്ങളോട് പറഞ്ഞു. ജൂലൈ 31-നുള്ളിൽ നഷ്ടപരിഹാര തുക നൽകുകയോ പട്ടയം തിരികെ നൽകുകയോ ചെയ്തില്ലെങ്കിൽ നിരാഹാര സമരമിരിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇപ്പോൾ ഇവിടുത്തെ ഏത് മന്ത്രിയെ ചെന്ന് കണ്ടാലും ഏത് സെക്രട്ടറിയെ കണ്ടാലും ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറെ കണ്ടാലും ആരെ കണ്ടാലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി ആരും തരുന്നില്ല. നമ്പർ 1 ഇവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഒരു അപ്രൂവലാകാത്ത പ്രൊജക്റ്റിന് ഇവരെന്തിന് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചു? ഇവരുടെ അടുത്ത് പണമില്ലെങ്കിൽ ഇവരെന്തിന് ഈ പ്രൊജക്റ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു? ഈ നിൽക്കുന്ന ഓരോ വ്യക്തികളെയും നമ്മുടെ ഗവൺമെൻറ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് സാധിക്കില്ല. ഈ വഞ്ചനാശീലം അവർ നിർത്തണം. ഈ ജൂലൈ 31-നകം ഇതിൻ്റെ തീരുമാനമായില്ല എങ്കിൽ
ഞങ്ങൾ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്. സാധാരണ സായാഹ്നങ്ങൾ ആളുകൾ ഒത്തുകൂടാറുള്ളത് സൊറ പറയാനും അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുമാണ്. എന്നാൽ ഇവിടെയുള്ളവരുടെ അവസ്ഥ അതല്ല. ഓരോരുത്തരുടെയും മനസ്സിൽ ആധിയാണ്. ഇനിയുള്ള ജീവിതം എന്താകുമെന്ന ആശങ്കയും. ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പലരും ആഗ്രഹിച്ച വീട് പണിതിട്ട് അധിക നാളായില്ല. ആ വീട് നഷ്ടപ്പെടുമെന്ന വിഷമത്തിലും നഷ്ടപരിഹാരമെങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ ആത്മഹത്യയുടെ വക്കിലാണ് തങ്ങളെന്ന് അവർ പറയുന്നു. അവർ എല്ലാവരും വളരെയധികം വിഷമത്തോടുകൂടിയാണ്. കാരണം അതിൽ കൂടുതൽ ആൾക്കാരും അവരുടെ മക്കളെ കല്യാണം കഴിച്ചയക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണ്. അവരുടെ പ്രമാണങ്ങളെല്ലാം അവിടെ അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പല ആൾക്കാരും പലിശയ്ക്ക് പണം എടുത്താണ് വേറെ വീടിന് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ ഒരു മരണമാണ് അവർ മുന്നിൽ കാണുന്നതെന്ന് എല്ലാവരുടെയും ഒരു സങ്കടം. കാരണം മിക്ക ആൾക്കാരും തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാവരും നിസ്സഹായരാണ്, പാവപ്പെട്ടവരാണ്. വീട് വീഴാറായിരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാനും പാടില്ല. നമുക്ക് വീട്ടിനുണ്ട് പഞ്ചായത്തിൽ നിന്ന്, അതും ചെയ്യാൻ പാടില്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഇത് എത്രയും പെട്ടെന്ന് എടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് മരണം മാത്രമേ കണ്ണിൽ കണ്ടിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. മോളെ കല്യാണം വാക്കുറപ്പിച്ച് വെച്ചിരുന്നു. നീട്ടി ഞങ്ങൾ കൊണ്ടുപോയി. ഇപ്പം ഞങ്ങൾ പലിശയ്ക്ക് പണം കൊടുത്താണ് മോളെ കല്യാണം കഴിച്ച് കൊടുത്തത്. ഇപ്പം ഞങ്ങൾക്ക് പലിശ കൊടുക്കാനും പാടില്ല. ഞങ്ങൾക്ക് കയറി കിടക്കാടം പോകണം. പിന്നെ ഞങ്ങൾക്ക് ഒരു ഗതിയുമില്ല. 10 വർഷം വരെ ഞങ്ങൾ വീട് വെച്ച് പഞ്ചായത്ത് നീട്ടിയ വീട്. പക്ഷെ അതിപ്പം പോയത് നമുക്ക് ഒരു കയറിക്കിടക്കണം പോലും ഇല്ല. 2 പെൺമക്കൾ പഠിക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. ഇനി പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റൂല. അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മകൻ ഒരു കാർഡിയോളജി പേഷ്യൻ്റാണ്. ഇപ്പോൾ വാൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തു. അത് ഇന്ന് 10-15 ലക്ഷം രൂപ വേണ്ടി വന്നു. എൻ്റെ വീടിൻ്റെ പ്രമാണം ഞങ്ങളുടെ മേടിച്ചില്ല. പക്ഷേ പ്രമാണത്തിൽ ലോൺ എടുക്കാൻ പോയപ്പോൾ നിങ്ങളെ പഞ്ചായത്ത് വില്ലേജിലെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ റിംഗ് റോഡിന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലിയറൻസ് തരൂല്ല. ആയതിനാൽ പൈസ കിട്ടിയില്ല. ഭരണാധികാരികൾക്ക് എല്ലാവർക്കും അവർ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, ഇപ്പോൾ നമ്മൾ കണ്ടവരൊക്കെ വികസനത്തിനായി ഭൂമി വിട്ടുകൊടുത്തവരാണ്. പക്ഷേ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ അടിയന്തര ആവശ്യങ്ങളായ ചികിത്സ, മക്കളുടെ പഠനം, വിവാഹ ആവശ്യം, ഇതിനൊന്നും ഇവരുടെ ഭൂമി വിനിയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഒപ്പം തന്നെ ഈ പുതിയ വീട് വെച്ചത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഈ അവസരത്തിലെല്ലാം എന്ത് നടപടി ഉടനടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്? അമ്പിളി, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിനായി ഈ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ അനുമതി വൈകുന്നതാണ് ഇവരുടെ ഈ ഒരു പ്രതിസന്ധിക്കൊക്കെ കാരണം. ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു സാധ്യത കണക്കിലെടുത്താണ് ഈ സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. പിന്നീട് ഭാരത് മാല പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രം, അതായത് ദേശീയപാത അതോറിറ്റി ഈ പദ്ധതി ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ ഈ 2023 ഈ ഇവരുടെയൊക്കെ ഭൂമി ഏറ്റെടുക്കുകയും പക്ഷേ അതിനുശേഷം ഈ നഷ്ടപരിഹാര തുക ഇവർക്ക് ലഭ്യമായിട്ടില്ല. ഈ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയൊക്കെ ഇതിൽ അനുമതി വേണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ചില ഘട്ടങ്ങളിൽ ഈ അനുമതിയൊക്കെ വൈകുന്നത് ഒരു കാര്യമുണ്ടായി. നമുക്കറിയാം, ഈ കേന്ദ്രത്തിൻ്റെ ആയാലും ഇത്തരം പദ്ധതികൾ എത്തുമ്പോൾ വളരെയധികം ഒരു ദീർഘകാല സമയമെടുക്കുന്ന പദ്ധതികളാണ് ഇവയൊക്കെ. പക്ഷേ അവിടെയെല്ലാം ഈ ഇരയാവുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളാണ്. ഇവരുടെ ഭൂമി ഈ വികസനത്തിനായി വിട്ടു നൽകുന്ന ഈ സമയത്ത് പക്ഷേ ഇവർക്ക് ഇവരുടെ ഭൂമി വിനിയോഗിക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ഇവർക്ക് ഈ പുതിയ വീടുകളാണ്, പലതും വളരെ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇവരുടെ എല്ലാ സ്വത്തും ഇവർ ഉൾപ്പെടുത്തി ഒരു വീട് നിർമ്മിച്ചതാണ്. ഈ വീടുകളെല്ലാം പോകുന്നൊരവസ്ഥ. പക്ഷേ ഈ വീട് പോയാലും നഷ്ടപരിഹാരമെങ്കിലും നൽകിയെങ്കിൽ ഇവർക്ക് മക്കളുടെ വിവാഹം, പഠനം പോലുള്ള കാര്യങ്ങളെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്. ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഈ റോഡ് വരുമെന്ന് തന്നെ ഉറപ്പില്ല. ഇവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു ഈ റിംഗ് റോഡ് വരുമെന്ന ഒരു അവസ്ഥ ഇല്ലാത്തപ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുത്തു എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇവർ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ റിംഗ് റോഡിലുള്ള നഷ്ടപരിഹാര തുകയെങ്കിലും നൽകണമെന്നാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം. ഇല്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്.